നേമത്ത് ബിജെപിയുടെ പ്രചാരണം കൊഴുക്കുകയാണ്. നേമത്തെ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപനം വന്ന് തൊട്ടു പിന്നാലെ തന്നെ റോഡ് ഷോയുമായി ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെ രാജീവ് ജി, എങ്ങനെ ഈ നേമത്ത് അങ്ങ് തന്നെ സ്ഥാനാർത്ഥി എന്ന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു? അപ്പോൾ ഈ പ്രഖ്യാപനം വന്ന് തൊട്ടു പിന്നാലെ ചുമരെഴുത്തൊക്കെ വന്നു കഴിഞ്ഞു, പോസ്റ്ററൊക്കെ ഒട്ടിച്ചു, റോഡ് ഷോയുമായി ഇറങ്ങുന്നു, എങ്ങനെ ഉഷാറല്ലേ? അല്ല, എല്ലാം നന്നായി പോകുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസമായിരുന്നു, എൻ്റെ ഒരു അഭ്യർത്ഥനയായിരുന്നു പാർട്ടീൻ്റെ ലീഡർഷിപ്പിനോട്. എനിക്ക് ഇവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. കാരണം എൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും വോട്ട് കിട്ടിയത് എനിക്ക് നേമം മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് അവർ എന്നെ സമ്മതിച്ചു, പ്രഖ്യാപിച്ചു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് നേമം മണ്ഡലത്തിന് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം പാർട്ടി തന്നു. ഇനി ഈ ഇലക്ഷൻ്റെ 23 ദിവസം അവർ വീട് പോയിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നതും എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ കാഴ്ചപ്പാടും പാർട്ടീൻ്റെ കാഴ്ചപ്പാട് നേമം മണ്ഡലത്തിനൊരു വികസിത നിയമമാക്കി മാറ്റണം. അവിടെ ജനങ്ങളെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. എത്രയോ കൊല്ലമായി എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് കിടക്കുന്നു. അത് എല്ലാം പരിഹരിക്കണം. ഒരു റെസ്പോൺസീവ്, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും എന്നാണ് ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പിന്തുണയും അനുഗ്രഹം എല്ലാം കിട്ടിയാൽ നമുക്കൊരു മാറ്റം ഇവിടെ തുടങ്ങാം. 2016 ബിജെപി അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. പിന്നീട് 2021 ആയപ്പോൾ അത് പൂട്ടേണ്ടി വന്നു. 2026 താങ്കളിലൂടെ ഈ ബിജെപി വീണ്ടും ആ പൂട്ടിയ അക്കൗണ്ട് തുറക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ബിജെപി. ആ പ്രതീക്ഷയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അല്ല, ഞങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്. നേമം മണ്ഡലം മാത്രമല്ല, ഞങ്ങൾ 140 നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. എൻ ഡി എ ബി ജെ പിയും 2020 മറ്റ് ഘടകകക്ഷിയും BDJS എല്ലാം ഒരുമിച്ച്. ഞങ്ങൾക്ക് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഇലക്ഷനിൽ ജനങ്ങൾ കാണുന്ന ഈ ഇലക്ഷനെ കാണുന്നത് ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു, ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു, നാടിൻ്റെ ഭാവിയും നാട്ടുകാരുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്കറിയാം, നരേന്ദ്രമോദിജി 2014 ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ കുതിച്ച ചാട്ടം, ഒരു മാറ്റം കൊണ്ടുവന്നത് ഇന്ത്യയിൽ എങ്ങനെ കൊണ്ടുവന്നു, എത്രത്തോളം കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഒരു മാറ്റം കേരളത്തിലും വരണം, നിയമത്തിലും വരണമെന്ന് അവരുടെ ആഗ്രഹമാണ്, അവരാവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. NDA ഈ ഇലക്ഷനിൽ നല്ല റിസൾട്ട് കിട്ടും. ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം ജനങ്ങൾ തരും എന്ന് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഈ തലസ്ഥാന ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. BJP ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളൊരു ജില്ലയാണ് ഈ നേമം, വട്ടിയൂർക്കാവ്, അതോടൊപ്പം കഴക്കൂട്ടം. അതോടൊപ്പം തന്നെ കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. അവിടെയാണ് ഇപ്പോൾ താങ്കൾ തന്നെ അവിടെ നേമത്ത് ഒരിക്കൽ അക്കൗണ്ട് തുറന്ന നേമത്ത് താങ്കൾ തന്നെ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അതൊരു ആവേശം, ആ ഊർജ്ജം 140 മണ്ഡലങ്ങളിൽ സ്പ്രെഡ് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ അടുത്ത 4-5 ദിവസം നിങ്ങൾ കാണും, ജനങ്ങൾ കാണും. എല്ലാ മണ്ഡലം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂർ, മണലൂർ, അങ്ങനെ കൊല്ലം, ചാത്തന്നൂർ, ആലപ്പുഴ, ചെങ്ങന്നൂർ, ഇവിടെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും ഒരു എന്താ പറയുക, ഒരു നല്ല റെസ്പോൺസ് ജനങ്ങളുടെ അടുത്തുനിന്ന് വരും. കാരണം ഞങ്ങൾ പറയുന്ന ഭാഷയും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെക്കുന്നത്. ഈ വികസനം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, കുട്ടികളുടെ ഭാവി, നല്ലൊരു ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം, ഇതാണ് ജനങ്ങളുടെ ആവശ്യം. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു MLA, ഒരു സർക്കാരിൻ്റെ കടമയാണ് ഇത് ചെയ്യണമെന്ന്. പക്ഷേ എത്ര കൊല്ലമായി മാറി ഭരിച്ച CPM-ഉം കോൺഗ്രസും ഇതൊന്നും ചെയ്തിട്ടില്ല. വ്യാജ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്, ഇവർ രണ്ടല്ല ഒന്നാണ്. അത് ശബരിമല കൊള്ളയിൽ ഒന്നാണ്, വ്യാജ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്, ജമാഅത്തെ ഇസ്ലാമി പ്രീണ രാഷ്ട്രീയത്തിൽ ഒന്നാണ്. ഒരു ഓൾട്ടർനേറ്റ് ഈ നാട്ടിലുണ്ടെങ്കിൽ അത് BJP NDA ആണ്. ശബരിമല വിഷയം തന്നെയായിരിക്കും BJPയുടെ ഇത്തവണത്തെ ഏറ്റവും പ്രധാന പ്രചാരണ ആയുധം? അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വ്യാജ വാഗ്ദാനങ്ങൾ, അഴിമതി, വിശ്വാസ വഞ്ചന, ഇതെല്ലാം ഞങ്ങൾക്ക് പറയാൻ കുറേ ഉണ്ട്. കാരണം 10 കൊല്ലം ഭരിച്ച CPM-ഉം അതിന് മുമ്പ് ഭരിച്ച കോൺഗ്രസ് പാർട്ടിയും അതിന് മുമ്പ് ഭരിച്ച കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം ഭരിച്ച സെൻട്രൽ ഗവൺമെൻറ്റും എങ്ങനെയെല്ലാം കേരളത്തിനെ വഞ്ചിച്ചു എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയും. അപ്പോൾ ഇത് ഒരു പോയിന്റ് ഒന്നല്ല, ഒരു ഒറ്റ ഇഷ്യൂ ഒന്നല്ല.
ശബരിമല ഒരു സിമ്പിളാണ്. ഇവരുടെ ഭരണ ശൈലിയും ഇവരുടെ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അവസാനം ഒരൊറ്റ ചോദ്യം, ഭരണമാണോ അധികാരത്തിലേറുന്നതാണോ അതോ പ്രതിപക്ഷമാണോ അതോ ഡിസൈഡിംഗ് ഫാക്ടറാണോ? എന്താണ് NDA? അത് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ കൃത്യമായി അധ്വാനിക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഞങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ബാക്കിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതങ്ങനെയാണ് ജനാധിപത്യ സംവിധാനം. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ. ഏത് അധികാരത്തിലേറുമോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഡിസൈഡിംഗ് ഫാക്ടറാമോ ഇതൊക്കെ തന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അതേസമയം ശബരിമല വിഷയത്തിനപ്പുറം വികസനം തന്നെയാണ് പ്രധാന കാഴ്ചപ്പാട്, പ്രധാന പ്രചാരണ ആയുധമെന്ന് ഉറപ്പിക്കുകയാണ് BJP NDA ഈ 2026 തെരഞ്ഞെടുപ്പിൽ. ക്യാമറാമാൻ അനിലൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.